ഒരു പ്രൊഡ്യൂസറിനെ ഒരു ഡയറക്ടർ കൊണ്ടുവരാൻ എന്ത് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കാലത്ത്. നിങ്ങൾക്കറിയാം എത്ര 160 സിനിമ ഇറങ്ങിയിട്ട് അപ്പോൾ 2 സിനിമ മാത്രം വർക്കൗട്ടാവുന്ന സ്ഥലത്ത് ഒരു ഡയറക്ടർ പ്രൊഡ്യൂസർ ധൈര്യമായിട്ട് വരുവാണ് അങ്ങനെ പരാജയങ്ങൾ നടക്കും. അതെ, അപ്പം ഇദ്ദേഹത്തിനോട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ എന്ത് പറഞ്ഞാൽ പുള്ളിക്കാരെ എന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തീരാവുന്നുള്ളതേ ഉള്ളൂ. കാരണം എന്നെ സഹായിച്ച് ഈ സിനിമയിലേക്ക് വന്നൊരു പ്രൊഡ്യൂസറാണ് അല്ലേ. പ്രൊഡ്യൂസർമാരില്ല മലയാള സിനിമയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഇദ്ദേഹത്തിനൊരു വിജയം കൊടുത്താൽ മാത്രമേ ഇനിയും സിനിമകൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സീനിയർ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സിനിമയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ ഭയങ്കര ചമ്മലാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനൊന്നും ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് എനിക്ക് പലപ്പോഴും പോകും. നമ്മുടെ ജോലിയായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ ഈ പറയും പോലെ അവസാനം ഇതിലാരാ ബാധിക്കപ്പെടുന്നത്? ആ പ്രൊഡ്യൂസർ. സെക്കൻഡ് ഈ സിനിമ ചിലർ പറയില്ലേ, അന്നൊന്ന് പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ, എല്ലാവരും കൂടെ പ്രൊമോട്ട് ചെയ്ത് ഈ പടം നന്നായി പോയതിനായിരുന്നു അന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ചിലപ്പം ഇതിൻ്റെ വിധിയോ അങ്ങനെ ആവാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്കതൊന്നും പറയാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് നമ്മൾ രണ്ടിനും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ദ്രജിത്ത് എല്ലാ പോസ്റ്റുകളും ഗംഭീരമായിട്ട് ഷെയർ ചെയ്തു. ഞാൻ കാണാറുണ്ട് ഇന്ദ്രജിത്ത് ഗംഭീരമായിട്ട് ഷെയർ. പക്ഷേ ഇന്ദ്രജിത്തൊക്കെ ഒന്ന് ഇടവിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരില്ല. ഇന്ദ്ര മാക്സിമം ശ്രമിച്ചു. ഇപ്പോൾ ഇന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ദീപു എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻ്റർവ്യൂ എടുക്കുക? ഞാൻ പറഞ്ഞു, ഇന്ദ്രൻ, നമ്മളിപ്പോൾ ഞാനും ഇന്ദ്രൻ്റെ മാത്രം ഒരു കസേരയിരുന്ന്, അത് പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ദ്രൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂസ് എപ്പോഴെങ്കിലും ആവശ്യപ്പെടുമ്പോൾ നമുക്ക് കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് എല്ലാവരും കൂടെ വന്നിരുന്നു ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കേണ്ട അവസ്ഥയിൽ. സിനിമയിൽ കാണുന്ന ഒരു പ്രവണത അങ്ങനെയാണ്. ചാനൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ആർട്ടിസ്റ്റുകളെല്ലാം വരുന്നു, അതിൽ പ്രധാനപ്പെട്ടവരിരിക്കുന്നു, ബാക്കി എല്ലാവരും കൂടെ ഇരുന്ന ഒരു നമ്മളവിടെ സ്പീച്ച് ഉണ്ടാവുന്നു, സിനിമയെക്കുറിച്ച് പറയുന്നു, സിനിമ സെറ്റിൽ അവിടെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു, ചില സീൻസിനെ കുറിച്ച് പറയുന്നു. അതൊക്കെയാണ് അതൊരു സന്തോഷം. അവർ വീണ്ടും ഒന്നിച്ചു കൂടുമ്പോൾ അങ്ങനെയുള്ളൊരു ഇതാണ് നമ്മളും പ്രതീക്ഷിച്ചത്. മാർക്കറ്റിംഗ് മാത്രമല്ല, എല്ലാവരുമായിട്ട് ഒന്നിച്ചു കൂടുക, വീണ്ടും ഒന്നിച്ചു കൂടുന്നു. പിന്നെ മാർക്കറ്റിങ്ങിനെ സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ സെലിബ്രിറ്റീസ് ആകുമ്പോൾ അവർക്ക് റീച്ച് ഉണ്ടല്ലോ, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ അവർ വരുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ ബ്ലൈൻഡായിട്ട് അവർ വന്നില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് ആ ഒരു എക്സ്പെക്റ്റേഷൻ അങ്ങ് വിട്ടു. അപ്പം പിന്നെ പ്രശ്നമില്ല. പിന്നെ അതിൻ്റെ പേരിൽ ഒരു വിഷയമില്ല. അനശ്വര വരുന്നില്ല എന്ന് കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് വീടില്ല, മനസ്സിലായില്ലേ? എനിക്ക് ബോധക്ഷയമൊന്നും വന്നില്ല. അത് ഒരുപക്ഷെ പ്രകാശനോട് നേരത്തെ പറഞ്ഞു. കാരണം ആലോചിക്കണം, ഒരു സംവിധായകൻ ഒരു ആർട്ടിസ്റ്റിനെതിരെ പറയുമ്പോൾ ആ പ്രൊഡ്യൂസർ കൂടെ നിൽക്കുകയാണ്. ഈ ആർട്ടിസ്റ്റ് അങ്ങനെയല്ല, ആ സംവിധായകൻ പറഞ്ഞ തെറ്റാണ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. അന്ന് നമ്മൾ തമ്മിലൊരു ഇഷ്യൂ ഒന്നുമില്ല. മാത്രമല്ല, ഞാൻ പ്രകാശ് അടുത്ത എന്നെ വെച്ചിട്ട് പടം അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട്. ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ തമ്മിലുള്ള ബന്ധത്തിന് അതെപ്പോഴും അദ്ദേഹം ആ വാല്യൂ എനിക്ക് തന്നുകൊണ്ടാണല്ലോ അടുത്തൊരു പടം ചെയ്യാനായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അല്ല അദ്ദേഹത്തിന് വേറെ നമ്മൾ പ്രൊഫഷണലായിട്ട് നമ്മളൊരു സിനിമയിൽ അതൊരു ബിസിനസ്സാണ്. ഒപ്പം അതൊരു കലാപരമായ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അതിൻ്റെ സിനിമയ്ക്കകത്ത്. ചുമ്മാ ഒരു സിനിമ ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരുമായിട്ടും നമുക്ക് സഹകരിച്ച് പോവാം. അത് ദീപുമായിട്ടൊന്നുമില്ല, അടുത്ത എനിക്ക് താല്പര്യമില്ലാത്ത ഒരാൾ വന്നാൽ അയാൾ കൊണ്ടുവരുന്ന നല്ല സബ്ജക്റ്റാണെങ്കിൽ ഞാൻ സഹകരിക്കും. അവിടെ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഞാൻ മുൻതൂക്കം കൊടുക്കത്തില്ല. ആ പ്രോജക്റ്റിനാണ് മുൻതൂക്കം, ആ സബ്ജക്റ്റിനാണ്. അപ്പോൾ അങ്ങനെ നോക്കി കാണുന്ന ഒരാളാണ് ഞാൻ പ്രൊഫഷണലായിട്ട്. എനിക്കൊന്നും ഈ അവസാന നിമിഷം ഈ സിനിമ ഇപ്പം അന്ന് പ്രശ്നമുണ്ടായി മാറിക്കഴിഞ്ഞിട്ട് ഇപ്പം അവസാന നിമിഷം നിർമ്മാതാക്കളുടെ സംഘടനയിൽ പരാതി പോയിട്ടുണ്ട്, താരസംഘടനയിൽ പരാതി പോയിട്ടുണ്ട്, ഫെബ്കയിൽ പരാതി പോയിട്ടുണ്ട്. ഇപ്പം അവസാന നിമിഷം പരാതി പോയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും പരാതിപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ അനശ്വര രാജ് പറഞ്ഞതൊക്കെ ഹോസ്പിറ്റലാണ്, കണ്ണിന് ഓപ്പറേഷനാണ്. അത് ഞാനും അന്വേഷിച്ച ഒരു വ്യക്തിയാണ്. അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. അത് ഞാനിപ്പോൾ നിങ്ങളുടെ ഇരുത്തി തന്നെ പറയാം, സത്യസന്ധമായ കാര്യം, നമ്മൾ പറഞ്ഞ കാര്യം, യാതൊരു മാറ്റമില്ല. റെസ്റ്റും വേണം, ഓപ്പറേഷൻ കഴിഞ്ഞാലും റെസ്റ്റ് വേണം. ഞാൻ കൃത്യമായിട്ട് അന്വേഷിച്ച ഒരു വ്യക്തിയാണ്. അത് ന്യായമായ കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവിടെയൊക്കെ പോസ്റ്റൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. പോസ്റ്റ് ഷെയർ ചെയ്യാൻ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ അത് ഇൻസ്റ്റയും ഫേസ്ബുക്കും എല്ലാം നോക്കുന്ന വേറെ ആളൊക്കെ അവിടെ ഒന്ന് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് ഷെയർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് എനിക്ക് സ്വയം തോന്നിയാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.